പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആയോധന കലയാണ് കരാട്ടെ. കരാട്ടെയുടെ ജന്മഭൂമിയായ ജപ്പാനിലെ ലൂച്ചു ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഒക്കിനാവ. കരാട്ടെ ശ്വാസത്തിൽ പോലും നിലനിർത്തുന്ന ഒരിടം. ഇവിടെ നിന്നും നിരവധി കരാട്ടെ ശൈലികൾ ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം മാറ്റുരയ്ക്കുന്ന കരാട്ടെയുടെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഒക്കിനാവ കരാട്ടെ കൊബുഡോ വേൾഡ് ടൂർണമെന്റിനായി ഒരു സംഘം മലയാളികൾ പോകുന്നു. അതും UAE-യിൽ നിന്നും. ഷോറിൻ റിയു സെയ്ബുക്കാൻ കരാട്ടെ ശൈലിയിൽ പഠനം നടത്തുന്ന യുണൈറ്റഡ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ് സെന്ററിലെ പ്രതിനിധികളാണ് പിറന്ന നാടിന്റെയും ഗൾഫ് രാജ്യത്തിന്റെയും പ്രൗഢി വർദ്ധിപ്പിക്കാനായി മത്സരിക്കാൻ പോകുന്നത്. അധ്യാപകരായ ഇക്ബാൽ, നജീം, ജലീൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇവർ മത്സരിക്കാനായി പോകുന്നത്. 18 അംഗ സംഘത്തിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്. ഞങ്ങൾ വേൾഡ് കരാത്തെ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് 18 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് മാസ്റ്റേഴ്സ്. ഓഗസ്റ്റ് 14, 15, 16 ആണ് ഇൻ ഒക്കിനാവ, ജപ്പാൻ. സോ ഇവിടുന്ന് ഒരു ടീമാണ്, ഒരു 18 മെമ്പർ ടീമാണ് ഇവിടുന്ന് പോകുന്നത്. കരാട്ടയ്ക്കൊപ്പം ആയോധന വിഭാഗമായ കൊബുഡോയിലും മത്സരമുണ്ട്. ആത്മസംയമനത്തിനും മാനസികാരോഗ്യത്തിനും കരാട്ടെ ഒരു മികച്ച മാർഗമാണെന്ന് ഇവർ പറയുന്നു. അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷനിൽ നമ്മൾ കാം ഡൗൺ ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നത്. സോ ഐ എം ട്രെയിനിങ് ഫോർ 32 ഇയേഴ്സ്. ആ സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ആ സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മളത് കാം ഡൗൺ ചെയ്ത് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ വിജയം. നമ്മൾ കരാത്തെ പഠിപ്പിക്കുന്നത് മെയിൻറ്റെയിൻ പീസ്, നമ്മൾ സ്പ്രെഡ് ചെയ്യുക, പീസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കരാത്തെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി കരാട്ടെ രംഗത്ത് സജീവമാണ് ഇക്ബാൽ. ഇദ്ദേഹവും സഹോദരനായ നജീമും ഇതിനു മുമ്പും ഈ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇക്ബാൽ ഇത്തവണ വിധികർത്താക്കളുടെ പാനലിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ചെറുപ്പകാലത്ത് തന്നെ കരാട്ടെ പഠിക്കുന്നത് നല്ലതാണെന്ന് നജീം പറയുന്നു. കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഹാർഡ് ട്രെയിനിങ് നമുക്ക് വലിയ ആൾക്കാർ കൊടുക്കണവർ കൊടുക്കാൻ പറ്റില്ല. അതിനൊരു ഗ്രാജുവൽ പ്രോസസ്സിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഈവൻ പല ആളുകളും വന്നിട്ട് ചോദിക്കാറുണ്ട് എത്ര വയസ്സിൽ എൻ്റെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കാൻ പറ്റുമെന്ന്. ഞങ്ങൾ ഇവിടുന്ന് 4 ഇയേഴ്സിന് മുകളിലുള്ള പിള്ളേരെ എടുക്കാറുണ്ട്. ആ 4 ഇയേഴ്സിൻ്റെ പിള്ളേരെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഏജാണത്. അപ്പം മുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സസൈസിനൊക്കെ എല്ലാം കുറച്ചും കൂടെ പ്രയാസങ്ങൾ കുറയും. ഇപ്പോൾ വലിയ കുറച്ച് 55 വയസ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സസൈസ് നമുക്ക് വളരെ സ്ലോയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കുട്ടികൾക്കാകുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ എക്സസൈസ് പോർഷനൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഇത് മാനസിക ആരോഗ്യത്തിനും വ്യക്തിത്വ വികസനത്തിനും ഗുണം ചെയ്യും. എന്നാൽ ഏത് പ്രായത്തിലും കരാട്ടെ പഠിക്കാം. പല ക്ലാസ്സുകളുണ്ട്. കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്, വലിയ ആൾക്കാർക്ക് വേറെ ക്ലാസ് ഉണ്ട്, കുറച്ചും കൂടെ ഓൾഡ് എബവ് 50 ഓൾസോ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്. അപ്പം 3 ടൈപ്പ് ക്ലാസ് ഞങ്ങൾ എടുക്കാറുണ്ട് ഇവിടെ. കരാട്ടയ്ക്കൊപ്പം ഐക്കഡോ, കൊബോഡോ എന്നിവയും ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തമ്മിലൊരു ബന്ധങ്ങളുണ്ട്. കൂടാതെ ഐക്കഡോ എന്ന് പറയുന്നത് സോഫ്റ്റ് ആർട്ടാണ്. പക്ഷേ അത് വലിയ ആൾക്കാർക്കും കുട്ടികൾക്ക് നല്ലതാണ്. അത് ആർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പല സിറ്റുവേഷനിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കൂടാതെ വെപ്പൺ ട്രെയിനിങ്ങും നമ്മളോട് പഠിപ്പിക്കുന്നത്. അതിനാണ് കൊബുഡോ എന്ന് പറയുന്നത്. മലയാളികളുടെ പെരുമ സ്വദേശത്തും വിദേശത്തും എത്തിക്കാനുള്ള ഇവരുടെ ശ്രമത്തിന് ഗൾഫ് റൗണ്ടപ്പ് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഒപ്പം മത്സരത്തിൽ വിജയിക്കട്ടെ എന്ന പ്രാർത്ഥനയും.